بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ എന്ന് ആദ്യമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദുൽഖഅദയുടെ അവസാന ഭാഗം. ഒന്നുകൂടി പറഞ്ഞാൽ, ദുൽഖഅദ മാസത്തിന്റെ അവസാനത്തെ ബുധനാഴ്ചയിലാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മുടെ ആയുസ്സിലെ ഒരു വലിയ ഭാഗ്യമാണ് അനവധി നിരവധി ശ്രേഷ്ഠതകൾ നിറഞ്ഞിട്ടുള്ള ദുൽഖഅദ മാസത്തിന്റെ ദിവസങ്ങളിൽ എത്തിപ്പെടാൻ കഴിയുക എന്നത്. സ്വാഭാവികമായും ഒരു മാസം, അറബ് മാസം അവസാനിക്കുന്നതിന്റെ സമയത്ത് ഉണർത്തേണ്ട ഒരു കാര്യമാണ് നഹ്സിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ദുൽഖഅദയുടെ അവസാനത്തെ ബുധനാഴ്ച സ്വാഭാവികമായും നഹ്സ് ഉള്ള ദിവസമാണ്. അത് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നഹ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രാമാണിക പഠനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കാണ്. റബ്ബ് നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആദ്യമായി പറയാം, ഇസ്ലാമിക ചർച്ചകളിൽ, അധ്യാപനങ്ങളിൽ, നമ്മുടെ വിശ്വാസ സങ്കല്പങ്ങളിലൊക്കെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രയോഗമാണ് ബറക്കത്ത് എന്നുള്ളത്. അത് മുസ്ലിമീങ്ങളുടെ മാത്രം പ്രയോഗമല്ല. ബറക്കത്ത് എന്ന പ്രയോഗം ഒരു മലയാളീകരിക്കപ്പെട്ട അറബ് വാക്കാണ്. എന്ന് പറഞ്ഞാൽ മതഭേദമന്യേ എല്ലാവരും ഈ ബറക്കത്തിനെ കുറിച്ച് വാചാലമാവാറുണ്ട്. ബറക്കത്ത് എന്ന പ്രയോഗം ഒരു മുസ്ലിം അല്ലാത്തവരിൽ നമ്മൾ സജീവമായി കേൾക്കുന്ന ഒരവസ്ഥയിലും ഇന്ന് നമ്മുടെ സമ്പർക്കങ്ങൾ അത്രത്തോളം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ബറക്കത്തിനെ തേടുക എന്നത് ഒരു മനുഷ്യന്റെ വിവേകമാണ്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അന്നമാ എന്നാണ് മഹാന്മാർ അതിന് കൊടുത്തിട്ടുള്ള അർത്ഥം. വളർച്ച എന്നതിനർത്ഥമുണ്ട്. അതുപോലെ തന്നെ അസിയാദ, വർദ്ധനവ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അയിമത്ത് രേഖപ്പെടുത്തിയത് വൽ ഹഖീഖത്തു അന്നൽ ബറക്കത്ത സിർറുൻ ഇലാഹിയുൻ, ഒരു ഇലാഹിയായ ഒരു ബ്രഹ്മാണ്ഡ അനുഭൂതിയുടെ പരമമായ രഹസ്യമാണ് ബറക്കത്ത് എന്നത്. അതൊരു അനുഭവിച്ച ആൾക്കേ അതേക്കുറിച്ച് ബോധ്യമാവും. അത് വാക്കുകൾക്കപ്പുറമാണ്. എന്നാൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്, പരിശുദ്ധമായ ഖുർആൻ ബറക്കത്തുള്ള സമയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബറക്കത്തുള്ള സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ബറക്കത്തുള്ള വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബറക്കത്തുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച്, ഇങ്ങനെ ധാരാളം ബറക്കത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇസ്ലാമിക പ്രമാണങ്ങളിൽ പ്രബലമായ എല്ലാ കാര്യങ്ങൾ കൊണ്ടും സ്ഥിരപ്പെട്ട ഒന്നാണ് ബറക്കത്ത്. ഉദാഹരണമായി പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു പ്രയോഗമാണ് തബാറകസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിന്റെ ഇസ്മ ബറക്കത്തുള്ളതാണ് എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെ ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ. തൊട്ടിലിൽ കിടക്കുന്ന ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് വാചാലമായ ആ വാക്കുകളെ ഖുർആനിന്റെ ആയത്തായി റബ്ബ് പ്രയോഗിക്കാണ്. ആ സമയത്ത് തൊട്ടിൽ പ്രായത്തിൽ കിടക്കുന്ന ഈസ നബി പറഞ്ഞത് വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെയാണേലും അവിടെ ഞാൻ ബറക്കത്താണ് എന്ന് ഈസ നബി എന്ന് പറഞ്ഞു. അപ്പൊ വ്യക്തികൾക്ക് ബറക്കത്തുണ്ട്. അതുപോലെ തന്നെ സമയം, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്നാണ് ഖുർആൻ ഒരു ബറക്കത്തുള്ള സമയത്തെ കുറിച്ച് പറഞ്ഞത്. പരിശുദ്ധമായ ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ ഒരു സമയത്തെ പറയാണ്. ശഅബാൻ 15 കുറിച്ചാ പറഞ്ഞത്, ബറക്കത്തുള്ള രാവ് എന്നാ പറഞ്ഞത്. അപ്പൊ സമയം, സ്ഥലം, വ്യക്തി, വസ്തു, ഇതിനൊക്കെ ബറക്കത്ത് ഉണ്ട് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ ബറക്കത്ത് കുറഞ്ഞ ഒരു നേരത്തെ കുറിച്ച് പറയുന്നതാണ് നഹ്സുള്ള സമയം എന്ന്. ബറക്കത്ത് കുറവായിരിക്കും ആ സമയത്ത്. എല്ലാം അള്ളാഹുവിന്റെ ഖദർ ഖലാ ആണ്. പക്ഷേ പ്രമാണങ്ങൾ ഇത്ര സ്പഷ്ടമായി വ്യക്തമായി ബറക്കത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ
ആ ബറക്കത്തുള്ള സമയത്തെയും സ്ഥലത്തെയും ഒക്കെ പരിഗണിക്കുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ സ്വാഭാവികമായ ചിന്തകളാണ്. അതിനെ പരിശുദ്ധമായ മതം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. നെഹസ് എന്ന് പറയുന്ന ആശയം നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്താണ് ബർക്കത്തിനെ കുറിച്ച് പറഞ്ഞത്. കാരണം നെഹസിന്റെ നേരെ എതിർ ദിശയിലാണ് ബർക്കത്ത് നിൽക്കുന്നത്. അതായത് ബർക്കത്തിന്റെ നേരെ എതിർ ദിശയിലാണ് നെഹസ് നിലകൊള്ളുന്നത്. അടിസ്ഥാനമുണ്ട്. നെഹസിനെ കുറിച്ചുള്ള ചർച്ച ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നെഹസുള്ള ദിവസങ്ങളിൽ നിന്ന് തന്നെ ഖുർആൻ ആയത്തുകളിൽ ആവർത്തിച്ചിട്ടുണ്ട്. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്താൻ പറ്റില്ല. ഇതിനൊരു പഴഞ്ചൻ ചിന്താഗതി എന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഗമനം തൊട്ട് തീണ്ടാത്ത ഒരു ചിന്ത എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതൊക്കെ എന്നേ വലിച്ചെറിയേണ്ടത് ആണ് എന്ന് പറയാനോ ഒന്നും നെഹ്സിനെ കുറിച്ച് ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. പരിശുദ്ധ പ്രമാണങ്ങൾ അതേക്കുറിച്ച് ധാരാളം പറയുന്നുണ്ടല്ലോ. നെഹ്സുള്ള നേരം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബർക്കത്ത് കുറഞ്ഞ നേരം. സ്വാഭാവികമായും എല്ലാ അറബ് മാസത്തിന്റെയും അവസാനത്തെ ബുധനാഴ്ച നെഹ്സു ഉള്ള ദിവസമാണ്. അവിടെയാണ് നമ്മുടെ ഈ ചർച്ചയെ കുറിച്ചുള്ള ആലോചന വന്നത്. അള്ളാഹുവിന്റെ ഖുർആൻ 4 മാസം പവിത്രമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആ 4 മാസത്തിന്റെ അകത്തും താരതമ്യേന ബറക്കത്ത് കുറഞ്ഞ സമയവും ഉണ്ടാവാറുണ്ട്. പരിശുദ്ധമായ ഖുർആൻ 4 മാസം പവിത്രമെന്ന് പറഞ്ഞ പോലെ തന്നെ ആ 4 മാസത്തിന്റെ അകത്തും താരതമ്യേന മറ്റു സമയങ്ങളിൽ ആ 4 മാസത്തെ മറ്റു സമയങ്ങളിൽ ഉള്ളതിനേക്കാൾ ബറക്കത്ത് കുറഞ്ഞ നേരവും ഉണ്ട്. എല്ലാ അറബ് മാസത്തിന്റെയും അവസാനത്തെ ബുധൻ, ഈ പറയപ്പെട്ട 4 മാസത്തിലും അവസാനത്തിൽ ബുധനുണ്ടല്ലോ, അവിടെയും ബറക്കത്ത് കുറവിനെ ചർച്ചയാക്കേണ്ടതാണ്. ഇങ്ങനെ പരിശുദ്ധമായ പ്രമാണങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ സ്വഹാബികൾ പോലും ഈ വിഷയം എത്ര ഗൗരവകരമായാണ് ചർച്ച ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഉദാഹരണം പറയാം. തഫ്സീർ റൂഹുൽ മആനി സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രമുഖനായ സ്വഹാബി പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ സ്വഹാബത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി തഫ്സീറുകളിൽ കാണാം. അൽ അയ്യാമു കുല്ലുഹാ ലില്ലാഹി തആല, ദിവസങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്നാലോ ഖലഖ ബഅദഹാ ലകിന്നഹു സുബ്ഹാനഹു ഖലഖ ബഅദഹാ നുഹൂസൻ വബഅദഹാ സുഊദാ, ചില ദിവസങ്ങളെ ചില സമയങ്ങളെ അള്ളാഹു നെഹസ് ഉള്ളതായി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ചിലതിനെ അള്ളാഹു വിജയം കൈവരിക്കാൻ ഏറെ ബറക്കത്ത് കൊണ്ട് പിന്തുണ ഉള്ളതായും അള്ളാഹു തആല അങ്ങനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ വകയല്ല ഇത്. മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന റഈസുൽ മുഫസ്സിർ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനവറുകളുടെ ഉദ്ധരണി മഹാന്മാരായ അയിമ്മത്ത് ഉദ്ധരിക്കുന്നതായി കാണാം. അപ്പൊ അള്ളാഹു എല്ലാ ദിവസങ്ങളെയും സൃഷ്ടിച്ചു. അതിൽ ചിലതിനെ നെഹസ് ഉള്ളതായി തന്നെ അവൻ സൃഷ്ടിച്ചു. ചിലതിനെ അവൻ വിജയത്തിന് കാരണമാകുന്ന ബറക്കത്ത് അധികരിച്ച ദിവസങ്ങളായി സൃഷ്ടിച്ചിട്ടുണ്ട്. മഹാനായ യസീദ് ബിൻ അബി ഹബീബ് മഹാനവറുകൾ പറയുന്നു. മഹാനായ ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തുൽ അൻഫാലിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നതായി കാണാം. കാന യൗമു ബദർ യൗമൽ ഇസ്നൈൻ, ബദർ നടന്നത് തിങ്കളാഴ്ച ദിവസമാണ്. അതായത് ബദറിന്റെ വിജയത്തിൽ ആ തിങ്കളാഴ്ചയുടെ ബറക്കത്തും ഉണ്ട് എന്നുള്ളതാണ്. ബദർ വിജയിക്കും, പക്ഷെ ബദറിൽ വിജയം കൊടുക്കുന്ന അള്ളാഹു ബദർ സംഭവിക്കുക എന്നതിനെ തിങ്കളാഴ്ചയിലേക്ക് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ പാഠമാക്കാനാണ്. അപ്പൊ തിങ്കൾ എന്ന് പറയുന്ന ദിവസത്തിന് ബറക്കത്ത് ഉണ്ട് എന്നുള്ളതാണ് ബദർ സംഭവിച്ചതിന്റെ പേരിൽ ബദറിന്റെ വിജയത്തെ ചൂണ്ടിയിട്ട് മഹാന്മാരായ അയിമ്മത്ത് അത് രേഖപ്പെടുത്തുന്നു. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി അത് തിങ്കളാഴ്ചയാണ്. മഹാനായ ഇമാം തൊബറാനി അവിടെ തൽ മുഅ്ജമുൽ കബീറിൽ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഉലിദ നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈൻ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് തിങ്കൾ. മഹാനായ ഹബീബായ നബി തങ്ങൾ ഹിജ്റ പോവാൻ മക്കയിൽ നിന്നും യാത്ര തുടങ്ങിയത് തിങ്കൾ. മഹാനവറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ചത് തിങ്കൾ. ബദർ വിജയം ഉണ്ടായത് തിങ്കൾ. സൂറത്തുൽ മാഇദയുടെ സൂറത്തുൽ മാഇദയുടെ 4-ാമത്തെ ആയത്ത്, അതായത് ദീൻ പൂർത്തീകരിച്ചു എന്ന പ്രഖ്യാപനം പറയുന്ന സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത് അത് അവതരിച്ചത് അതും ഒരു തിങ്കളാഴ്ച ദിവസമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് തിങ്കളാണ്. ഇങ്ങനെ ധാരാളം ഹബീബായ നബിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം
സ്തുതിച്ചു പറയപ്പെടുന്ന, നല്ലോണം സന്തോഷത്തോടെ ഓർക്കുന്ന സന്ദർഭങ്ങൾ, വിജയങ്ങൾ, അത് തിങ്കൾ എന്ന് പറയുന്ന ദിവസത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റബ്ബ് നിശ്ചയിച്ചതായി സ്വഹാബികൾ പറയുകയാണ്. അപ്പോ സമയങ്ങളിൽ ബറക്കത്തുള്ള സമയത്തെ തേടുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ സ്വാഭാവിക ബോധമാണ്. ഒരു ഹദീസ് പറയാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി അബൂ ഹുറൈറ തങ്ങള് അള്ളാഹുവിന്റെ ഹബീബിനോട് ചേർന്ന് നിൽക്കാണ്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂ ഹുറൈറ തങ്ങളുടെ സ്വഹാബിയുടെ കയ്യിൽ ഇങ്ങനെ അമർത്തി അങ്ങ് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഖലഖല്ലാഹു അസ്സ വജല്ല തുർബത യൗമസ് സബ്തി. ഈ ഭൂമിയിൽ മണ്ണ് വന്നത്, മണ്ണിനെ അള്ളാഹു സൃഷ്ടിച്ചത് ശനിയാഴ്ചയാണ്. പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് ഞായറാഴ്ചയാണ്. വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് നട്ടുപിടിപ്പിക്കാനൊക്കെ തിങ്കളാഴ്ചയെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായി മഹാന്മാരായ അയിമ്മത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. വഖലഖൽ മക്റൂഹ യൗമ സലാസ. അതുപോലെ തന്നെ അനിഷ്ടകരമായ വേദന ഉള്ള കാര്യങ്ങളൊക്കെ ഭൂമിയിൽ സംഭവിച്ചതിന്റെ ചരിത്രം നോക്കിയാൽ അതൊക്കെ ചൊവ്വാഴ്ചയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ ഹുറൈറ തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ പറയാ, സ്വഹീഹ് മുസ്ലിം, ഇബ്ലീസ് ഭൂമിയിൽ വന്നത് ചൊവ്വാഴ്ചയാണ്, നരകത്തെ പടച്ചത് ചൊവ്വാഴ്ചയാണ്, അയ്യൂബ് നബിക്ക് രോഗം വന്ന ചൊവ്വാഴ്ച. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ചൊവ്വാഴ്ചയുടെ ഹിസ്റ്ററി നോക്കിയാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അള്ളാഹു പ്രകാശത്തെ സൃഷ്ടിച്ചത് ബുധനാഴ്ചയാണ്. അതുപോലെ തന്നെ അള്ളാഹു തആല ഭൂമിയിൽ ജീവജാലങ്ങളെ വിതറിയത് അത് വ്യാഴാഴ്ചയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത് അത് വെള്ളിയാഴ്ചയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിൽ ദുആഇന്റെ ഇജാബത്തിന്റെ ഒരു സമയം പ്രത്യേകമായി അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ടെന്ന് ഈ ഹദീസിൽ തന്നെ പഠിപ്പിച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചില ഹദീസുകളിൽ വേറെയും കാണാം. ഇമാം തിബിരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ജിന്നുകളെ പടച്ചത് അത് വ്യാഴാഴ്ചയാണ്. അതുപോലെ തന്നെ മഹാന്മാരായ സ്വഹാബികളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ ഈ നെഹ്സിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ ബറക്കത്ത് കൂടുതലുള്ള ദിവസങ്ങൾ അതേക്കുറിച്ച് വിശാലമായ പഠനം ഇസ്ലാമിക പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നെഹസുള്ള ദിവസങ്ങൾ എന്ന് തന്നെ അങ്ങനെ ഒരു പ്രയോഗം തന്നെ പരിശുദ്ധമായ ഖുർആനിലുണ്ട്. നെഹസുള്ള ദിവസങ്ങൾ അങ്ങനെ ഒരു ദിവസമില്ല. സുബഹി നിസ്കരിക്കാത്തവന് ആ ദിവസം നെഹസാണ്. കാരണം എന്താ? സുബഹി നിസ്കാരം ആ ദിവസത്തിന്റെ ബറക്കത്തിന്റെ ബിദായത്താണ്, തുടക്കമാണ്. ബറക്കത്തിന്റെ തുടക്കം നിസ്കാരാണല്ലോ. സുബഹി നിസ്കാരം ഇല്ലാത്തവന് ആ ദിവസം ഇപ്പൊ എത്ര ശ്രേഷ്ഠതയുള്ള ദിവസമാണെന്ന് പറഞ്ഞാലും ആ ദിവസത്തിന്റെ ബറക്കത്ത് അവന് കിട്ടൂല. എന്തുകൊണ്ട്? സുബഹി നിസ്കാരം എന്ന ആ മഹത്തായ ബറക്കത്ത് ഉപേക്ഷിച്ചവന്. ഇനി കേട്ടോളൂ, മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞതിനപ്പുറത്തേക്ക് ഖുർആനിന്റെ വചനം നേർക്ക് നേർ നെഹസുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ 16-ാമത്തെ ആയത്ത്, ഹൂദ് നബിയുടെ സമുദായത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ വന്നു. ഹൂദ് നബിയുടെ സമുദായം, ആദ് സമൂഹം, അവർക്ക് 7 രാത്രിയിലും 8 പകലിലുമായി റബ്ബ് കൊടുത്ത ഒരു ശിക്ഷയുണ്ട്. فأرسلنا عليهم ريحا صرصرا في أيام نحسات. നെഹസുള്ള ദിവസങ്ങൾ അങ്ങനെ പറഞ്ഞു. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിൽ അള്ളാഹു തആല ശിക്ഷ കൊടുത്തത് ഫി അയ്യാമിൻ നഹിസാത്ത്, നെഹസുള്ള ദിവസങ്ങൾ, അതായത് 7 രാത്രിയിലും 8 പകലിലുമായി തുടർച്ചയായി അള്ളാഹു തആല അവർക്ക് കൊടുത്തു. റീഹൻ സർസറൻ ഫി അയ്യാമിൻ നഹിസാത്ത്. അവരുടെ ശിക്ഷ തണുപ്പ് ശക്തമായതും അതിനുശേഷം ചൂട് ശക്തമായതുമായ കാറ്റിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു. അതായിരുന്നു ആ ക്ലൈമറ്റ് ചേഞ്ച് ആ ശരീരങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ആരോഗ്യപരമായി അവർ വളരെ ദുർബലപ്പെട്ടു പോവുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്തു. 4000-ഓളം ആളുകളാണ് അന്നത്തെ ആ കാലഘട്ടത്തിന്റെ ജനസംഖ്യ എന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും അവർക്ക് വന്ന ശിക്ഷയെക്കുറിച്ച് അവതരിപ്പിച്ചുകൊടുത്ത് നെഹസുള്ള ദിവസങ്ങളായിരുന്നു ആ 8 ദിവസങ്ങൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നെഹസ് നിഷേധിക്കാവതല്ല. ഇനി കേട്ടോളൂ, സൂറത്തുൽ ഖമറിന്റെ ആയത്ത്, ആദ് സമൂഹത്തെ കുറിച്ച് തന്നെ മറ്റൊരിടത്ത് പറയുന്നു,
ഇന്നാ അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ. യൗമ നഹ്സിന്റെ ദിവസം. അങ്ങനെ കൃത്യമായി തന്നെ നമ്മുടെ പ്രമാണങ്ങളിൽ കാണാം. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ സമയങ്ങളെ പരിഗണിക്കുന്നു, അത് നിർബന്ധമൊന്നുമില്ല. എന്നാലും ഒരു സത്യവിശ്വാസിയുടെ സാമാന്യ ബോധം ആ കാര്യത്തിലേക്ക്. ഞാനൊരു കാര്യം പറയാം. ബുധൻ വരുമ്പോൾ തുടങ്ങാൻ പറ്റിയ കാര്യങ്ങളുണ്ട്, ബുധനിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഒരു ചികിത്സ ബുധനാഴ്ചയിൽ ചില ആളുകളുണ്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണാൻ അല്ലെങ്കിൽ ചികിത്സ ഒഴിച്ചിട്ട് തുടങ്ങാൻ പോവാ. ബുധനാഴ്ച തുടങ്ങരുത്. ബുധൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരംഭിക്കുന്ന കാര്യങ്ങൾക്ക് അറ്റമുണ്ടാവില്ല എന്ന്. അങ്ങനെയാണ് ആ ബുധനിന്റെ സമയലക്ഷണം. മഹാന്മാരായ അയിമ്മത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബുധൻ തുടങ്ങിയാൽ അവസാനിക്കാത്ത യഥേഷ്ടം നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മൾ സമ്പാദിക്കേണ്ട കാര്യങ്ങൾ, ഉദാഹരണം കച്ചവടത്തിന്, അതുപോലെ തന്നെ പുതിയ ബിസിനസിന്റെ പുതിയ സമാരംഭങ്ങൾ, വിദ്യാഭ്യാസം, ഇതിനൊക്കെ ബുധൻ വലിയ പ്രാധാന്യമുള്ളതാണ്. ഇനി കേട്ടോളൂ, ചൊവ്വാഴ്ചയെ കുറിച്ച് പറയപ്പെടുന്നത് ചൊവ്വാഴ്ച ഒരു അപകട ദിവസം എന്നാണ്. ഈ ഭൂമിയിൽ ചതിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ചൊവ്വയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ആ രീതിയിൽ ഹദീസുകളിൽ നമുക്ക് ധാരാളം ചർച്ചകൾ കാണാൻ കഴിയും. ഒരു സ്ഥാനമേൽക്കാൻ തിങ്കളാഴ്ചയാണ് നല്ലത്. ഒരു സ്ഥാനമേൽക്കാൻ മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്നുണ്ട്, ഒരാള് ഒരു സ്ഥാനം ഏൽക്കാൻ വേണ്ടിയിട്ട് തിങ്കളാഴ്ചയെ തിരഞ്ഞെടുക്കാം. തുഹ്ഫത്തുൽ മുഹ്താജിൽ കാണാം. വൽ ഔലാ ദുഖൂലുൽ ഖാളി യൗമൽ ഇസ്നൈൻ സ്വബീഹത. തിങ്കളാഴ്ചയുടെ രാവിലെ ആവണം ഒരു അധികാരം ഏറ്റെടുക്കുന്ന ആള് ഒരു സ്ഥാനം, ഒരു പുതിയ സ്ഥാനത്തേക്ക്, ഒരു ജോലിയിലേക്ക് പോവാണ്. എന്നാൽ തിങ്കളാഴ്ചയുടെ പ്രഭാതത്തിലാവണം. അതാണ് കൂടുതൽ ബർക്കത്ത്. കാരണം പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മദീനത ഫീഹി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പ്രവേശനം ഉണ്ടായിട്ടുള്ളത് തിങ്കളാഴ്ചയിലാണ്. ളുഹയുടെ ഏറ്റവും ശക്തമായ നേരത്ത്, അതായത് പകലിന്റെ ആദ്യത്തെ 1/3 ഏകദേശം ഒരു 9 മണിയൊക്കെ കൂട്ടാം. അങ്ങനെ ഇനി ഒരാൾക്ക് തിങ്കളാഴ്ച ജോലിയിലെ പ്രവേശനം പ്രയാസാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു അധികാരം ഏറ്റെടുക്കൽ പ്രയാസാണെങ്കിൽ ഫൽ ഖമീസ്, പിന്നെ ഉള്ളത് വ്യാഴമാണ്. ഇനി അതിനും പറ്റുന്നില്ലെങ്കിൽ ശനിയാണ്. എന്റെ വകയല്ല, തുഹ്ഫത്തുൽ മുഹ്താജിൽ ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും. ഇനി കേട്ടോളൂ, തുഹ്ഫയിൽ തന്നെ പിന്നെയും കാണാം. വകദാലിക മൻ അറാദ സഫറ, ഒരാള് ഒരു യാത്ര പോവാൻ ഉദ്ദേശിച്ചാൽ, അതുപോലെ തന്നെ ഒരു രചന ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ, അതുപോലെ തന്നെ ഒരു നിക്കാഹ് പോലെയുള്ള ഇടപാടുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നുവെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു മനുഷ്യൻ തിങ്കളാഴ്ച ദിവസത്തെ തെരഞ്ഞെടുക്കൽ നല്ലതാണ്. തിങ്കളാഴ്ച ദിവസത്തെ ലിമൻ കാന ലഹു വളീഫത്തുൻ മിൻ വളായിഫിൽ ഖൈരി കഖിറാഅത്തി ഖുർആൻ ഔ ഹദീസ് ഔ ദിക്ർ ഔ സുനഅത്തിൻ മിൻ അസ്സനാഇ ഔ അമലിൻ മിനൽ അഅമാലി അൻ യഫഅല ദാലിക അവ്വലൻ നഹാർ. അതുപോലെ തന്നെ പതിവായി ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു ലെറ്റർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മൾ ഏറ്റിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യം നമ്മൾ പടച്ചോന്റെ വജഹ് വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണെങ്കിൽ സുബഹി കഴിഞ്ഞ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ എല്ലാ ദിവസവും പ്രഭാതത്തിന് ഒരു ബർക്കത്തുള്ളതാണ്. സുബഹി കഴിഞ്ഞിട്ടുള്ള സമയം, മഹാന്മാരായ സ്വഹാബത്ത് സുബഹി കഴിഞ്ഞാൽ ഉടൻ തന്നെ കൃഷിക്ക് ഇറങ്ങുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഹദീസിൽ കാണാം. കേട്ടോളൂ, അൻ സഖ്രിനിൽ ഗാമിദി, മഹാനായ സഖ്ർ ബിൻ വിദാഅ എന്ന പേരുള്ള സഖ്രിനിൽ ഗാമിദി തങ്ങൾ പറയാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ. മഹാനായ ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അള്ളാന്റെ ഹബീബിന്റെ ദുആ എന്താ? അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ സമുദായത്തിന് പ്രഭാതങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്തു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പ്രഭാതത്തിൽ ബർക്കത്തിന്റെ, പ്രഭാതത്തെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. എന്റെ സമുദായത്തിന് പ്രഭാതത്തിൽ തുടങ്ങുന്ന കാര്യം നീ ബർക്കത്താക്കി കൊടുക്കണേ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഈ ഹദീസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ വകാന ഇദാ ബഅസ സരിയതൻ ഔ ജൈശൻ ബഅസഹും മിൻ അവ്വലിൻ നഹാർ, അള്ളാഹുവിന്റെ ഹബീബ് ഒരു സംഘത്തെ ഒരു ഇടത്തേക്ക് പറഞ്ഞയക്കുന്നു, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനൊരു സമൂഹത്തെ തയ്യാറാക്കുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ
രാവിലെ തന്നെ എന്നത് പ്രത്യേകം റസൂലുള്ളാഹി ശ്രദ്ധിക്കുമായിരുന്നു. സുബഹി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ പ്രഭാതത്തിന്റെ ആദ്യ സന്ദർഭങ്ങൾ അതിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. വക്കാന സഖ്ർ, ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന നിവേദക പരമ്പരയിലെ പ്രമുഖനായ സഖ്ർ ബിൻ വിദാ എന്ന് പറയുന്നവര്, അദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, ഒരു മഹാനായ കച്ചവടക്കാരനാണ്. വക്കാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ, മഹാനവറുകൾ അവിടുത്തെ ബിസിനസ്സിന് വേണ്ടിയിട്ട് യാത്രകൾ തുടങ്ങുന്നതും ബിസിനസിന്റെ സമാരംഭവും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വരുന്നതായ കച്ചവടത്തിന്റെ വിൽക്കൽ വാങ്ങലിന്റെ ഒക്കെ കൊടുക്കൽ വാങ്ങൽ ഒക്കെ മഹാനവറുകൾ രാവിലെ എന്നത് തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തതായി ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അത്രത്തോളം ജീവിതത്തിൽ സമയങ്ങളെയും അതുപോലെ ബറക്കത്തുള്ള കാര്യങ്ങളെയും പരിഗണിക്കുന്നുവെങ്കിൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബുധനാഴ്ചയെ കുറിച്ച് തന്നെ പറയാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മാസ അവസാനത്തെ ബുധനാഴ്ച അത് പ്രശ്നമാണ്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, എന്ന് വെച്ച് അന്നിപ്പോ ഒരു സാധാരണ നടക്കുന്ന കാര്യമൊക്കെ നടന്നോട്ടെ, നമ്മളൊരു സമയം തേടി ഒരു കാര്യം തുടങ്ങാ എന്നതിനെ തീരുമാനിക്കുന്നുവെങ്കിൽ അതിനെ ആ ബുധനാഴ്ച ഒഴിവാക്കാം എന്നുള്ളതാണ് നബി വചനം. ഹദീസിന്റെ പഠനം അങ്ങനെയാണ്. സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ അവിടുത്തെ പ്രശസ്തമായ ലോക പ്രശസ്ത തഫ്സീർ ഗ്രന്ഥമായ ദുറുൽ മൻസൂറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടോളൂ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു അർബിഅ ഫി അശ്ശഹരി യൗമുൻ ഹുസ്ൻ മുസ്തമിർ, എല്ലാ അറബി മാസത്തിന്റെയും അവസാനത്തെ ബുധനാഴ്ച നെഹസ് സ്ഥിരപ്പെട്ട ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കല്ലേ, നെഹസ് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബറക്കത്ത് കുറഞ്ഞ സമയമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ ആ സമയത്തെ, ആ ദിവസത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ഇസ്മായിൽ ഹക്കൽ ബറൂസവി തങ്ങൾ റൂഹുൽ ബയാനിൽ ഒരു സുദീർഘമായ ഹദീസിന്റെ ചർച്ച തന്നെ കൊണ്ടുവരുന്നുണ്ട് സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാണ്. മഹാനവറുകൾ പറയുന്നു, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികളിൽ ഒരു പ്രമുഖൻ ചോദിച്ചു, അൻ യൗമിസ് സബ്ത്, നബിയെ ശനിയാഴ്ചയെ കുറിച്ച് ഒന്ന് പറയുമോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൗമുൻ യൗമുൻ മുക്റഹുൻ മക്റൂഹുൻ വഖദിഅ യൗമു മക്രിം വഖദിഅ, ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് വഞ്ചന നടന്നിട്ടുള്ള ദിവസമാണ്. ശനിയാഴ്ച വഞ്ചന നടന്നിട്ടുള്ള ദിവസമാണ്. ആ സമയത്ത് എന്താ വഞ്ചന നടന്നിട്ടുള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദാറുൻ നദവയിൽ വെച്ച് നിബിതങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയൊക്കെ നടന്നതും പല രീതിയിലുള്ള കരാർ ലംഘനങ്ങൾ നടന്നിട്ടുള്ളതും അത് ശനിയാഴ്ചയാണ് എന്നതാണ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കണോ, നാടുകടത്തണോ, ഇങ്ങനെ ഉള്ള ചർച്ചകളൊക്കെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറയുടെ തൊട്ടു മുമ്പ് ദാറുൻ നദവയിൽ വെച്ച് ഖുറൈശികൾ ചതിപ്രയോഗങ്ങൾ നടത്താനുള്ള ഗൂഢാലോചന നടന്നത് ശനിയാഴ്ചയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അതൊരു ചതിയുടെ ദിവസമാണ്. പിന്നെയോ അള്ളാഹുവിന്റെ ഹബീബിനോട് പിന്നെ ചോദിച്ചു അൻ യൗമിൽ അഹദ്, ഞായറാഴ്ച ദിവസത്തെ കുറിച്ച്. റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമു ഗർസിൻ വ ഇമാറ, വീട് പണി തുടങ്ങാനും അതുപോലെ തന്നെ വല്ലതൊക്കെ നട്ടുപിടിപ്പിക്കാൻ തിങ്കളാഴ്ച നല്ലതാണ്, അതുപോലെ തന്നെ ഞായറാഴ്ചയും പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞു തിങ്കളാഴ്ചയിൽ വല്ലതൊക്കെ നട്ടുപിടിപ്പിക്കാൻ, കൃഷി തുടങ്ങാനൊക്കെ നല്ലതാണ്. അതേ പ്രാധാന്യം തന്നെ ഞായറാഴ്ചയിലും പറ്റും. ഞായറാഴ്ചയിലും പറ്റും. റസൂലുള്ളാഹി പറഞ്ഞു യൗമു ഗർസ്, ഒരു മരം വെച്ച് പിടിപ്പിക്കാൻ, അല്ലെങ്കിലോ അതുപോലെ തന്നെ ഒരു കൃഷി തുടങ്ങാൻ, ഒരു വിത്ത് പാകാൻ, അതിനൊക്കെ ഞായറാഴ്ച നല്ലതാണ്. അതുപോലെ തന്നെ വഇമാറ, വീട് പണി, ഓഫീസിന്റെ കെട്ടിടം, കല്ലടില്, കുറ്റിയടിക്കല്, ഇതിനൊക്കെ ഞായറാഴ്ച വളരെ നല്ലതാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭൂമിയിൽ അള്ളാഹു തുടങ്ങിയത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് അള്ളാഹു തആല ഭൂമിയുടെ സമാരംഭം തുടങ്ങിയത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച് ഭൂമിയെ തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ തുടക്കം ഞായറാഴ്ചയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വഹാബി ചോദിച്ചു, നബി അന്ന് തിങ്കളാഴ്ചയെ കുറിച്ച് പറഞ്ഞതായോ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്കളാഴ്ചയെ കുറിച്ച് പറഞ്ഞു യൗമു സഫരിൻ വ തിജാറ, തിങ്കളാഴ്ച എന്നത് ഒരു കച്ചവടത്തിന്റെ ഒക്കെ തുടക്കം നല്ലത് തിങ്കളാഴ്ചയാണ്. അതുപോലെ തന്നെ ഒരു നല്ല യാത്ര പോവാൻ അതിന് തിങ്കളാഴ്ച തിരഞ്ഞെടുക്കാം. തിങ്കൾ
കച്ചവടത്തിന്റെയും യാത്രയുടെയും ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മഹാന്മാരെ അയിമത്ത് രേഖപ്പെടുത്തുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അന്ന ഫീഹി സാഫറ ശുഐബ് അലൈഹിസ്സലാം ഫത്തജറ ഫറബിഹ ഫീ തിജാറത്തിഹി. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ കച്ചവടക്കാരനായ പ്രവാചകരാണ്. മഹാനവറുകൾ തിങ്കളാഴ്ചയിൽ കച്ചവടത്തിന് പോവാൻ ശ്രദ്ധിക്കുകയും അതുവഴി തിങ്കളാഴ്ചയിലെ കച്ചവടം മുഖേന മഹാനവറുകൾക്ക് വലിയ ലാഭം കിട്ടുകയും ചെയ്തിരുന്നു. ഇതാണ് തിങ്കളാഴ്ചയുടെ കച്ചവടത്തിന്റെ പ്രത്യേകത. അപ്പൊ തിങ്കളാഴ്ചയിൽ യാത്രയും കച്ചവടവും ബർക്കത്താണ്. അപ്പൊ ഒരു കച്ചവടക്കാരൻ യാത്ര പോകുന്നുവെങ്കിൽ തിങ്കളാഴ്ച പോകാൻ നോക്കണം, അത് ബർക്കത്താവും. അപ്പൊ സഹാബി പിന്നെ ചോദിച്ച നബിയെ ചൊവ്വാഴ്ചയെ കുറിച്ച്. റസൂൽ എടുത്ത വഴി പറഞ്ഞു യൗമുദ്ദമ്, അത് രക്തത്തിന്റെ ദിവസമാണ് എന്ന് പറഞ്ഞാൽ രക്തം വാർന്നൊലിച്ചാൽ നിലയ്ക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. ചൊവ്വാഴ്ചയിൽ അത് ഉണ്ടാവാതെ പോവും, അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമുദ്ദമ്, അതിനൊരു കാരണമുണ്ട്. മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹാ, മഹദി അവർക്ക് ആർത്തവം ഉണ്ടാകുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. അതുപോലെ തന്നെ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഹാബീലിനെ കാബിൽ കൊന്ന് ആ രക്തം ഒലിച്ചത് ചൊവ്വാഴ്ചയാണ്. അതുപോലെ തന്നെ മഹാനായ സക്കരിയ നബിയെ കൊല ചെയ്യപ്പെട്ടത്, ഇസ്രായേലി സമൂഹത്തിൽ കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരാണ് സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. അവരൊക്കെ കൊന്നത് ചൊവ്വാഴ്ചയാണ്, രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്. അതുപോലെ തന്നെ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുന്നില് കയ്യിലുള്ള ആഭിചാരി വിദ്യകളുടെ എല്ലാ കുതന്ത്രങ്ങളും പരാജയപ്പെട്ട് മൂസ നബിയുടെ മുന്നിൽ വെച്ച് കലിമ ചൊല്ലി മുസ്ലിമായ മഹാന്മാരായ സഹറത്ത് ഫിറഔൻ എന്ന് അവരെ കുറിച്ച് പറയാം. ഫറോവയുടെ സാഹചര്യങ്ങൾ, അവര് മഹാന്മാരായി അവർ മൂസ നബിയുടെ മുന്നിൽ വെച്ച് ഈമാൻ കൊണ്ടു. അവരെ ഫറോവ കൊല ചെയ്തത് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു. അതുപോലെ തന്നെ ആസിയ റളിയല്ലാഹു അൻഹയെ ഫറോവ കൊന്നത് ചൊവ്വാഴ്ചയാണ്. ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഫറോവയ്ക്ക് കൊല്ലാൻ അള്ളാഹു അവസരം കൊടുക്കാതെ ആ ശരീരത്തിൽ നിന്നും വേഗം റൂഹിനെ സ്വർഗത്തിലേക്ക് എത്തിച്ച് വെറും ജഡം, വെറും ഒരു മയ്യത്ത് എന്ന നിലയിൽ മാത്രം അവരുടെ മുന്നിൽ ഇട്ടുകൊടുത്ത് അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നൊക്കെ ഇബ്നു കസീറിനെ പോലുള്ളവർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലി സമൂഹത്തിൽ ഉണ്ടായിരുന്ന പശുക്കുട്ടിയെ വധിക്കപ്പെട്ടത്, അതിനെ അറുക്കേണ്ടി വന്നത് അത് ചൊവ്വാഴ്ചയാണ്. അങ്ങനെയുള്ള രക്തച്ചൊരിച്ചിലുകൾ ഉള്ള ഒരു സമയമായതുകൊണ്ട്, ദിവസമായതുകൊണ്ട്, ഒരു ചരിത്രം അങ്ങനെ ചൊവ്വാഴ്ചയിൽ ഉള്ളത് കൊണ്ട് പുണ്യ നബി പ്രത്യേകം പറഞ്ഞു ഫീഹി സഅത്തുൻ ലാ യർഖഉ ഫീഹാ അദ്ദം. അന്നത്തെ ദിവസം രക്തം വാർന്നൊലിച്ചാൽ അത് നിലയ്ക്കില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞു. മാത്രമല്ല വഫീഹി നസല ഇബ്ലീസ് അൽ അർള, ഇബ്ലീസ് ഭൂമിയിൽ ഇറങ്ങിയത് ചൊവ്വാഴ്ചയാണ്. അന്നത്തെ ദിവസമാണ്, ആ ചൊവ്വാഴ്ച ദിവസമാണ് നരകത്തെ അള്ളാഹു പടച്ചിട്ടുള്ളത്. ആ ചൊവ്വാഴ്ച ദിവസമാണ് സല്ലത്തല്ലാഹു മലക്കൽ മൗതി അലാ അർവാഹി ബനി ആദം, ആദം സന്തതിയുടെ റൂഹ് പിടിക്കാൻ മഹാനായ ഇസ്രായേലിന് അള്ളാഹു അനുവാദം കൊടുത്തത് ചൊവ്വാഴ്ചയാണ്. വഫീഹി ബത്തല അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു തആല രോഗം കൊടുത്തത് അത് ചൊവ്വാഴ്ചയാണ്. ഒരഭിപ്രായത്തിൽ അത് ബുധനാഴ്ചയാണെന്നും ഉണ്ട്. ഇനി കേട്ടോളൂ. അപ്പൊ ഈ രീതിയിലാണ് ചൊവ്വാഴ്ചയെ കുറിച്ച് റസൂലുള്ളാഹിയുടെ മറുപടി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ചോദിച്ചു ബുധനാഴ്ചയെ കുറിച്ച് ചോദിച്ചു, ബുധനാഴ്ചയെ കുറിച്ച് ചോദിച്ചാൽ യൗമുൽ അർബിഅ. അപ്പൊ പറഞ്ഞു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ബുധനാഴ്ച ഒരു നഹ്സുണ്ട്, ബുധനാഴ്ചയിൽ ഒരു നഹ്സുണ്ട്. എന്താണ് ബുധനാഴ്ചയുടെ നഹ്സ്? അഗ്റഖ ഫീഹി ഫിർഔന വഖൗമഹു വഅഹ്ലക ആദ വസമൂദ വഖൗമ സാലിഹ്. ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ളവരെ അള്ളാഹു തആല വധിച്ചത്, അള്ളാഹു അവരെ ഉന്മൂലനം ചെയ്തത്. ഫറോവയെ, സമൂദ് വിഭാഗത്തിലെ നിഷേധികൾ, ആദ് സമൂഹം, അതുപോലെ തന്നെ സാലിഹ് നബിയുടെ സമൂഹം, സമൂദ് വിഭാഗം, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ അള്ളാഹു തആല ഉന്മൂലനം ചെയ്തത് അതൊരു ബുധനാഴ്ചയാണ്. മാത്രവുമല്ല ഓരോ അറബി മാസത്തിന്റെയും അവസാനത്തെ ബുധൻ അത് നെഹ്സുള്ളതാണ്. യൗമുൽ അർബിഅ ഇലാ അഖദ വലാ അതാ, ബുധനാഴ്ച ദിവസം കൊടുക്കൽ വാങ്ങലിന് പറ്റിയതല്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസംബന്ധമായ ധാരാളം കാര്യങ്ങൾ ബുധനാഴ്ചയെ കുറിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ചയിൽ നഖം മുറിക്കാൻ പാടില്ല, ചൊവ്വാഴ്ചയിൽ മുറിക്കാൻ പാടില്ല എന്നുള്ളത്
രക്തം നിലയ്ക്കാത്ത സമയമുണ്ട് എന്ന അടിസ്ഥാനത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ചയിൽ നഖം മുറിക്കാൻ പാടില്ല. ബുധനാഴ്ചയിൽ നഖം മുറിക്ക എന്നത് വഴി ഒരു മനുഷ്യന് വെള്ളപ്പാണ്ട് ഉണ്ടാവാം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ചില ആളുകൾക്ക് ബുധനാഴ്ചയിൽ നഖം മുറിച്ചതിന്റെ പേരില് വെള്ളപ്പാണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതൊന്നും എന്റെ വക പറയുന്നതല്ല. ഇതൊക്കെ മഹാന്മാരായ അയിമ്മത്ത് സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്ന സുദീർഘമായ കാര്യങ്ങളാണ്. ഇനി വ്യാഴാഴ്ചയെ കുറിച്ച് പറഞ്ഞാൽ, വ്യാഴാഴ്ചയെ കുറിച്ച് ചോദിച്ചു, നബിയെ വ്യാഴാഴ്ച എങ്ങനെയാണ്? അപ്പോൾ ബുധനാഴ്ചയുടെ ഒരു ലേശം കൂടി ഉണ്ട്. ബുധനാഴ്ച കുളികൾക്കൊക്കെ പറ്റിയ ദിവസമാണ്, അതും കൂടി പറയാം. ബുധനാഴ്ചയിൽ കുളികൾ നല്ലതാണ്. രോഗസന്ദർശനത്തിന് ബുധനാഴ്ച പറ്റില്ല. ബുധനാഴ്ച സന്ദർശനത്തിന് പോകൽ ചില മഹാന്മാരായ അയിമ്മത്തിന്, ചില ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ വലിയ മഹത്തുക്കളായ സൂക്ഷ്മതശാലികളായ പണ്ഡിതന്മാർക്ക് താല്പര്യമില്ലാത്ത കാര്യം ബുധനാഴ്ചയിലെ രോഗസന്ദർശനം. അതുപോലെ തന്നെ ചില കുളികളെ ബുധനാഴ്ചയിലേക്ക് ആക്കാം. ഉദാഹരണം, പ്രസവം കഴിഞ്ഞ് 40 എന്നൊരു കുളിയുണ്ട്, എല്ലാ നാടുകളിലും അതുണ്ട്, 40 കുളി എന്ന് പറയും. അതുപോലെ തന്നെ സുന്നത്ത് കല്യാണം കഴിഞ്ഞാൽ അതിനുശേഷം ഒരു കുളിയുണ്ട്. ഇങ്ങനെയുള്ള കുളികൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദിവസങ്ങൾ, അങ്ങനെ കുളികൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കാൻ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് ബുധനാഴ്ചയിലേക്ക് മാറ്റല് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിന്നെ ചോദിച്ചിട്ടുണ്ട് ബുധനാഴ്ചയെ കുറിച്ച്. ബുധനാഴ്ചയില് ഉച്ചക്ക് ശേഷം ദുആക്ക് ഇജാബത്തുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുധനാഴ്ചയിൽ ഉച്ചക്ക് ശേഷം ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വദ്ദുആഉ മുസ്തജാബുൻ ബഅദ സവാൽ ഖബല വഖ്തിൽ അസ്ർ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഭവമാണ്. അസ്റിന് മുമ്പായി ളുഹറിന് ശേഷം ബുധനാഴ്ചകളിൽ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരമുണ്ട്. വദ്ദുആഉ മുസ്തജാബുൻ ഫീഹി ബഅദ സവാൽ ഖബല വഖ്തിൽ അസ്ർ. ഉച്ചയ്ക്ക് ശേഷം ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിൽ ബുധനാഴ്ച ദുആക്ക് ഇജാബത്തുണ്ട്. കാരണം അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുജീബ ലഹു ദുആഉ അലൽ ഹിസാബ്. ഖന്തഖ് യുദ്ധത്തിലും മറ്റുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഇജാബത്ത് അല്ലാഹു നൽകിയത് ഈ ബുധനാഴ്ചയുടെ ളുഹറിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള സമയത്തായതുകൊണ്ടാണ്, ആ സമയത്തെ പരിഗണിച്ചുകൊണ്ടാണ്. മാ മിൻ ഷൈഇൻ ബുദിഅ യൗമൽ അർബിഅ ഇല്ലാ വഖത് തമ്മ. കച്ചവടം പോലെയുള്ള നമ്മൾ നിരന്തരം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് പ്രസ്ഥാനവും, ഏത് കാര്യവും, ഏത് സംഭവവും തുടങ്ങിയാൽ വളരെ മനോഹരമാകാൻ ബുധനാഴ്ചയെ തെരഞ്ഞെടുക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഉണ്ട്. അതുപോലെ തന്നെ വ്യാഴാഴ്ചയെ കുറിച്ച് ചോദിച്ചു. വ്യാഴാഴ്ചയെ കുറിച്ച് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞത് യൗമു ഖളാഇൽ ഹവായിജി, വ്യാഴാഴ്ച ആവശ്യം നിറവേറാനുള്ള ദിവസമാണ്. لأن فيه دخل إبراهيم عليه السلام على ملك مصر فأكرمه وقضى حاجته. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വ്യാഴാഴ്ചയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലെ രാജാവിന്റെ മുന്നിൽ പ്രവേശിച്ച് മഹാനവറുകൾ അവിടെ ചെല്ല വഴി വ്യാഴാഴ്ച എത്തിയത് മഹാനവറുകളെ ആ രാജാവ് ആദരിക്കുകയും മഹാനവറുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ധാരാളം സമ്മാനങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയെ റളിയല്ലാഹു അൻഹ കൊടുക്കുകയും ചെയ്തു. അത് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പൊ ഒരു അധികാരിയുടെ മുന്നിൽ നമ്മൾ പോകേണ്ട ഒരു സന്ദർഭമാണെങ്കിൽ അതിന് വ്യാഴം തിരഞ്ഞെടുക്കാം. വഹുവ യൗമുദ് ദുഖൂലി അല സുൽത്താൻ, ഒരു ഓഫീസിൽ ഒരു കാര്യം നേടാൻ വേണ്ടി, ഒരു അധികാരമുള്ള ഒരാളുടെ മുന്നിൽ ഒരു അപേക്ഷ വെക്കാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി പോകാൻ നമ്മൾ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നെങ്കിൽ അത് വ്യാഴം തന്നെയാകണം. ഈ കേട്ടോളൂ, സമാനമായ ഒരു ഹദീസ് ഞാൻ പറയാം. മഹാനായ ഇമാം ഗസാലി അവിടുത്തെ മുകാശഫത്തുൽ ഖുലൂബിൽ ഇത് പറയുന്നുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അറാദ അഹദുകുമുൽ ഹാജത ഫൽയക്ബുർ ലഹാ യൗമൽ ഖമീസ്. ഒരു ആവശ്യം നടക്കണം എന്ന തീരുമാനത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനത്തെ ഒരു താല്പര്യത്തിലാണെങ്കിൽ, ആ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ അതിനെ വ്യാഴാഴ്ച ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ നിങ്ങൾ അതിന് പോകുന്ന നേരത്ത് ഓതേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓതണം. ആഖിറ സൂറത്ത് ആലി ഇമ്രാൻ, ആലി ഇമ്രാൻ സൂറത്തിന്റെ അവസാന ഭാഗം, അതായത് ആമന റസൂൽ ഓതണം. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതണം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ ഓതണം. ഈ 3 കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ ഉമ്മുൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ, അതായത് ആമന റസൂലു, ആയത്തുൽ കുർസി, ഇന്നാ അൻസൽന
സൂറത്തുൽ ഫാത്തിഹ ഇത്രയും ഓതിയിട്ട് നിങ്ങൾ ആ ആവശ്യത്തിന് വേണ്ടി പോയിക്കോളൂ. ഫഇന്ന ഫിഹാ ഹവായിജദ് ദുനിയ വൽ ആഖിറ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ഗസാലി രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഓതിപ്പോകുന്ന കാര്യങ്ങളിൽ തന്നെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ്വ ആവശ്യങ്ങളും അള്ളാഹു വെച്ചിട്ടുണ്ടെന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു ഓഫീസ് കാര്യത്തിനോ ഒരാവശ്യത്തിനോ പോകേണ്ടത് വ്യാഴമാണെങ്കിൽ ഇത് ഓതിക്കൊണ്ടാണ് പോകുന്നതെങ്കിൽ ഓതേണ്ട സൂറത്തുൽ ഫാത്തിഹ, അതുപോലെ തന്നെ സൂറത്ത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ഓതേണ്ട ആയത്തുകൾ ആയത്തുൽ കുർസിയും ആമന റസൂലും. അങ്ങനെ ഓതിയിട്ട് അങ്ങ് പോയാൽ അള്ളാഹു എളുപ്പമാക്കുമെന്ന് സയ്യിദുനാ അലി. പിന്നെ ചോദിച്ചു വെള്ളിയാഴ്ചയെ കുറിച്ച്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിക്കാഹിനൊക്കെ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച നിക്കാഹിന് പറ്റിയ ദിവസം, ആലോചനകൾ നടത്താൻ പോകേണ്ട ദിവസം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിൽ ധാരാളം ബറക്കത്തുണ്ടല്ലോ. ആ ബറക്കത്തുകൾ നേടാൻ വെള്ളിയാഴ്ചയെ തെരഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് വിവാഹം ഒരു ബറക്കത്തിലാവണം. അത് വെള്ളിയാഴ്ച നിക്കാഹൊക്കെ നടത്താണെങ്കിൽ വളരെ ഹൈറാവും. കാരണം ഇത് ഒരു ദിവസത്തെ 2 ദിവസത്തെ കാര്യമല്ല. നിക്കാഹ് വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ അതിങ്ങനെ നിരന്തരം നിലനിൽക്കേണ്ടതാണ്. അള്ളാഹു ബറക്കത്ത് ഏറ്റിത്തരട്ടെ. അങ്ങനെ സാധിക്കാത്തവർക്ക് അള്ളാഹു ബറക്കത്തിൽ ചേരാൻ ഭാഗ്യം നൽകട്ടെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതിങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ, ദിവസങ്ങളുടെ പ്രത്യേകതകൾ പറയുമ്പോൾ സ്വഹാബികൾ അത് ഉപയോഗപ്പെടുത്തുകയും അതവർ ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നെഹസുള്ള ദിവസങ്ങൾ, നെഹസുള്ള സമയങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ പരിഗണന നമ്മുടെ മതത്തിൽ ഉള്ളതാണ്. ഒരു മാസത്തിന്റെ അവസാനത്തെ ബുധൻ എന്നത് നെഹസ് ഉള്ള ദിവസമാണ്. സഫർ മാസമാണെങ്കിൽ കൂടുതൽ നെഹസായിരിക്കും എന്നുള്ളത് മഹാനായി അഹമ്മദ് കോയ ശാരിയാത്തി തങ്ങളുടെ ഇത് സംബന്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അള്ളാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. പലരും ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജിലും മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റണേ അല്ലാ. ഖത്മുൽ ഖുർആൻ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് മജ്ലിസിൽ ദുആ ഇറക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അള്ളാഹുവെ, നീ അതെല്ലാം അവർക്ക് സ്വീകരിക്കപ്പെട്ട ഒരു അമലായി കബൂലാക്കണേ അല്ലാ. അവർക്ക് അതിന്റെ സവാബ് അനുഭവിക്കാൻ നീ ഭാഗ്യം നൽകുക അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിടങ്ങളിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ. പടച്ചറബേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവെ, ഹജ്ജ് ഉംറ സിയാറക്ക് ഈ വർഷം ഇറങ്ങിത്തിരിച്ച ഹാജിമാരുടെ ദുആയിൽ അംഗങ്ങളാവാൻ ഞങ്ങൾക്ക് നീ യോഗ്യത നൽകണേ അല്ലാ. ആരോഗ്യവും ആഫിയത്തും തിരിച്ചു നാട്ടിലെത്താനുള്ളതായ സൗകര്യങ്ങളും ഒക്കെ അവർക്ക് നീ ഏർപ്പാടാക്കണം തമ്പുരാനെ. അള്ളാഹുവെ, ഹജ്ജ് കബൂലാക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾക്കും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള തൗഫീഖ് വൈകാതെ നീ എത്തിക്കണേ അല്ലാ. അള്ളാഹുവെ, ഈ വർഷത്തെ ഉളുഹിയത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നീ റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അവിചാരിത നേരത്തെ ഒരുക്കങ്ങളില്ലാത്ത മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. കടബാധ്യത ഉള്ള പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കടങ്ങൾ നീ കൊടുത്തതല്ലേ അല്ലാ, നീ വീട്ടണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അള്ളാഹുവെ റബ്ബെ, ഞങ്ങളുടെ ആഖിബത്തിൽ ബറക്കത്ത് നൽകുക അല്ലാ. മാരക രോഗങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നീ തന്ന എല്ലാത്തിലും ബറക്കത്ത് ഏറ്റിത്തരണേ അല്ലാ. നീ തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ, വാഹനം ഓടിച്ച് കുടുംബം പുലർത്തുന്നവർക്ക് നീ വാഹനാപകടങ്ങൾ, കേടുപാടുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നീ തന്ന വാഹനങ്ങളിൽ ബറക്കത്ത് തരണേ അല്ലാ. അള്ളാഹുവെ, ദുനിയാവിൽ ജീവിച്ചു പോവാൻ ഞങ്ങൾക്ക് നീ തന്ന എന്തൊക്കെയുണ്ടോ അതിലൊക്കെ വലിയ തൃപ്തി ഞങ്ങൾക്ക് തോന്നാൻ ഞങ്ങളുടെ ഖൽബിന് വിശാലത നൽകണേ അല്ലാ. അള്ളാഹുവെ, ദുരാഗ്രഹങ്ങളും അതുപോലെ തന്നെ ദുഷിച്ച ചിന്തകളും ഞങ്ങളുടെ മനസ്സിൽ തരല്ലേ അല്ലാ. ഹറാമകളിലേക്ക് അടുപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളാൽ വേദനിച്ചവർക്ക് നീ കൂലി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, അവർക്ക് ഞങ്ങളോട് പൊരുത്തമാവാൻ വിധം റബ്ബെ നിന്റെ കാരുണ്യത്തിന്റെ ഇടപെടൽ വേണം അല്ലാ. അള്ളാഹുവെ റബ്ബെ, ഞങ്ങൾ ഒരിക്കലും ലാലിമ ആവല്ലേ അല്ലാ. അള്ളാഹുവെ റബ്ബെ, ഞങ്ങൾ ഒരിക്കലും ലാലിമ ആവല്ലേ അല്ലാ. റബ്ബെ, സിഹർ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. സിഹർ കണ്ണേറ് ജീവിതത്തിൽ വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന ആളുകൾക്ക് ആശ്വാസത്തിന്റെ കവാടം നീ തുറക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ സലാമത്താക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങളുടെ തലമുറയെ നീ സംരക്ഷിക്കണേ അല്ലാ. ലഹരി ഉപയോഗങ്ങൾ, പരസ്ത്രീ ബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ തുടങ്ങുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ ഒക്കെ നീ കാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.